നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് വരാം. ഇതും പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡില് വേറൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ ലൈൻ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോഴേക്കും ഫ്രണ്ട് വ്യൂ താഴെ വരും, ടോപ്പ് വ്യൂ മുകളിൽ വരും. നോക്കാം. പോയിന്റ് എ 10 ബിലോ ബിലോ 25 ബിലോ HP. അപ്പൊ ഞാൻ ഇവിടുന്ന് 25 താത്തിട്ട് 10 ബിഹൈൻഡ് VP. സോ 25 ബിലോ HP. ഇവിടെ എനിക്ക് ആരെ കിട്ടും? A ഡാഷ്. 10 ബിഹൈൻഡ് VP എനിക്ക് ആരെ കിട്ടും? A കിട്ടും. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 50. ഇവിടെ നിന്ന് 50 മാറ്റി കഴിഞ്ഞാൽ 50. ഇവിടെ എത്ര ബിലോ HP ആണ്? 40 ബിലോ HP. സോ ഇവിടെ ഞാൻ 40 ബിലോ HP ആൻഡ് 30 ഫ്രണ്ട് ഓഫ് VP. സോ ദിസ് ഈസ് 40 ആൻഡ് ദിസ് ഈസ് 30 ആൻഡ് ദിസ് ഈസ് യുവർ B ഡാഷ് ആൻഡ് B. അപ്പൊ എനിക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. ഫ്രണ്ട് വ്യൂ താഴെയാണതേ ഉള്ളൂ. സോ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. ട്രൂ ലെങ്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത് സർക്കിൾ ആണെങ്കിൽ A ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് എയിൽ നിന്ന് മാർക്ക് ചെയ്യുക സർക്കിൾ. B ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് XYയിൽ നിന്നാണ്, അത് ബിയിൽ നിന്ന് മാർക്ക് ചെയ്യുക പെർപെൻഡിക്കുലർ ആയിട്ട്. സോ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. സോ ഇത് ട്രൂ ലെങ്ത്. കണ്ടോ? ഇത് ട്രൂ ലെങ്ത് ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഇത് തീറ്റ ആയിരിക്കും. അതോടൊപ്പം തന്നെ എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. അത് A ഡാഷിൽ നിന്ന് മാർക്ക് ചെയ്യുക പെർപെൻഡിക്കുലർ ആയിട്ട്. ഇത് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അത് B ഡാഷിൽ നിന്ന് മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് ട്രിപ്പിൾ ഡാഷ് and this is double dash and this length will be true length. ഈ true length, ഈ ആംഗിൾ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ശരി.